did not kill her. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള സീരീസുകളിൽ എനിക്ക് കണ്ടപ്പോൾ വളരെ അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സീരീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആപ്പിൾ TV പ്ലസിലാണ് ഈ ഒരു വെബ് സീരീസ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നമ്മളുടെ ഇടയിലൊക്കെ ഇതിനൊരു റെക്കഗ്നിഷൻ കുറഞ്ഞു പോയതെന്ന് തോന്നുന്നു. മറിച്ച് നെറ്റ്ഫ്ലിക്സിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സ്വീകാര്യത കിട്ടിയേനെ. സീരീസിൻ്റെ പേര് പ്രസ്യൂംഡ് ഇന്നസെൻ്റ് എന്നാണ്. സീരീസിൻ്റെ മെയിൻ പ്ലോട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാരോളിൻ പോളിമസ് എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ തൻ്റെ വീട്ടിൽ വെച്ച് അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെടുകയാണ്. ഈ ഒരു സംഭവത്തിൽ സംശയം നീങ്ങുന്നത് അവരുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിയിരുന്ന കൊളീഗായിട്ടുള്ള റസ്റ്റി സാബിച്ചിലേക്കാണ്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടും തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടും പിന്നീട് റസ്റ്റി നടത്തുന്ന പോരാട്ടങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. റസ്റ്റി സാബിച്ചായിട്ട് എത്തിയിട്ടുള്ളത് ജേക്ക് ഗില്ലൻഹാളാണ്. അദ്ദേഹത്തിന് കൂടാതെ പീറ്റർ സർസ്ഗാർഡ്, റൂത്ത് നെഗ്ഗെ തുടങ്ങിയവരും ഈ ഒരു സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. ആകെ 8 എപ്പിസോഡുകളാണ് വരുന്നത്. ആദ്യത്തെ 3 എപ്പിസോഡുകൾ എനിക്ക് കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ട് തോന്നി. പക്ഷേ പിന്നീട് അങ്ങോട്ട് കൃത്യമായിട്ട് ഈ ഒരു സീരീസ് അതിൻ്റെ ട്രാക്കിലേക്ക് കയറുകയും പിന്നീട് കോടതി മുറിയിലുള്ള രംഗങ്ങളൊക്കെ വന്നപ്പോൾ കൃത്യമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്ലോട്ട് ട്വിസ്റ്റൊക്കെ നൽകിയിട്ടാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നത്. കണ്ടുവിടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സംതൃപ്തി കിട്ടുന്ന തരത്തിലുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ അല്ലെങ്കിൽ ഒരു ലീഗൽ ത്രില്ലർ സീരീസ് തന്നെയാണ് പ്രസ്യൂംഡ് ഇന്നസെൻ്റ്. ഇതേ പേരിൽ തന്നെയുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് ആദ്യം ഒരു സിനിമയും പിന്നീട് ഈ ഒരു വെബ് സീരീസും പുറത്തിറങ്ങിയിട്ടുണ്ടായി. ക്ലൈമാക്സിലൊക്കെ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള നോവലിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഈ ഒരു സീരീസ് ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു സീറ്റഡ്ജ് ത്രില്ലറൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് നീങ്ങുന്ന കുറച്ച് ഡ്രാമയും നല്ല പെർഫോമൻസുകളൊക്കെ വരുന്ന ഒരു സീരീസ് കാണാനിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. ആപ്പിൾ TVയിൽ ഈ ഒരു സീരീസ് ലഭ്യമാണ്, കണ്ടു നോക്കുക.